ഹലോ സുഹൃത്തുക്കളെ, അങ്ങനെ ബിഗ് ബോസ് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നിങ്ങളെല്ലാവരും ബിഗ് ബോസ് കാണുന്നവരാണോ? കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ബിഗ് ബോസ് കാണുന്നൊരു വ്യക്തിയാണ്. എനിക്കതിൽ അനീഷേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, അനുമോളെ ഇഷ്ടമാണ്, അങ്ങനെ ആര്യനെ ഇഷ്ടമാണ്, നെവിനെ ഇഷ്ടം. എനിക്ക് ഒട്ടുമിക്ക കണ്ടസ്റ്റൻസിനെ അതിലിഷ്ടമാണ്. അപ്പോൾ ആ ലാസ്റ്റ് സമയം എത്തും തോറും നമുക്ക് മനസ്സിലൊരാകാംക്ഷ ഉണ്ടല്ലോ, ആർക്ക് കിട്ടും, ആര് വിന്നറാവും, ആര് കപ്പ് വാങ്ങും എന്നൊക്കെ നമുക്കൊരു മനസ്സിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയായിട്ടാണ് ഇരിക്കുന്നത്. കാരണം തിരിച്ചു വന്ന എല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അനുമോളോട് കയറി സംസാരിക്കുന്നുണ്ട്. എല്ലാവരും അതിൽ 1-2 പേര് മാത്രമാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാവരും അനുമോളോട് കയറി സംസാരിക്കുന്നുണ്ട്. അനുമോൾ ചെയ്ത് തെറ്റാണ്, നുണയാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. ആദില പോലും ഇപ്പം അനുമോളുടെ കൂടെ ഉണ്ടായിരുന്ന ആദില, നൂറയിൽ ആദില പോലും എല്ലാവരും വന്ന സമയത്ത് അനുമോള് പറഞ്ഞത് നുണയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആദില പോലും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇന്നലെ ഇപ്പം നമ്മൾ കണ്ട എപ്പിസോഡിൽ എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഇത്ര ഈ 7 കണ്ടസ്റ്റൻസിൽ ഓരോരുത്തർക്കും ഇത്രയും ദിവസം നിന്നതിൽ താങ്ക്സ് പറയേണ്ട വ്യക്തി, സോറി പറയേണ്ട വ്യക്തി ആരാന്ന് വെച്ചാൽ ആ വ്യക്തികളെ തെരഞ്ഞുപിടിച്ച് പറയാനുള്ള എപ്പിസോഡായിരുന്നു. വളരെ മനസ്സ് നിറഞ്ഞൊരു സമയമായിരുന്നു. കാരണം നെവിനൊക്കെ ഇത്രയും നല്ലൊരു ക്യാരക്ടറായിട്ട് അനുമോളോടൊക്കെ ബെഡിൽ വെള്ളം ഒഴിച്ചതിനൊക്കെ നെവിനൊക്കെ പബ്ലിക്കായിട്ടൊക്കെ സോറി പറഞ്ഞ് എല്ലാ ഫ്രണ്ട്സുകളും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം സോറി പറഞ്ഞ് തീർത്തിട്ടുള്ള, സോറി പറയേണ്ടവരോട് സോറി പറഞ്ഞും താങ്ക്സ് പറയേണ്ടവരോട് താങ്ക്സ് പറഞ്ഞും അങ്ങനെ അവസാനിപ്പിച്ചിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. പക്ഷെ അതിലെനിക്ക് ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയതെന്ന് പറയുക അനീഷ് ചേട്ടൻ്റെയും ഷാനവാസ് ഖാൻ്റെയും കോംബോ ആണ് കേട്ടോ. കാരണം അവരൊരു വേറെ ലെവലാണ് കേട്ടോ. കാരണം ഷാനവാസ് ഖാൻ പറയുമ്പോൾ നമ്മുടെ ഉള്ളൊക്കെ ഇങ്ങനെ നിറഞ്ഞു പോവുക. കാരണം ഷാനവാസ് ഖാനെ മരപ്പാവയെന്നും കിഴങ്ങനെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിച്ച് സംസാരിച്ച് അനീഷേട്ടൻ വിളിച്ച് സംസാരിച്ച് ഒരു കയ്യകലത്തിൽ നിർത്തിയ അനീഷേട്ടൻ ഇപ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊക്കെയാണ് ഷാനവാസ് ഖാൻ എന്ന് പറഞ്ഞാൽ. അത് കേൾക്കണം, നമുക്കൊരു മനസ്സിലേക്കൊരു സന്തോഷം ഉണ്ടല്ലേ. അതൊരു വല്ലാത്തൊരു സംതൃപ്തി തന്നെയാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ആദില, നൂറ, അനുമോള് അവർ തമ്മിലുള്ള പിണക്കങ്ങൾ, വഴക്കുകളൊക്കെ മാറി അക്ബർക്കനെ ഇഷ്ടമുള്ള ആളുകളെ താങ്ക്സ് പറയേണ്ടവരോട് പറഞ്ഞു, സോറി പറയേണ്ടവർ നെവിൻ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും എല്ലാവരും, അതായത് ഫൈനൽ കണ്ടസ്റ്റൻസ് എല്ലാവരും പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഇന്നലത്തെ എപ്പിസോഡിലുണ്ടായിരുന്ന പ്രത്യേകത അവരുടെ സൗഹൃദ നിമിഷങ്ങളെല്ലാം, അതായത് ആദ്യം ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങിയ നിമിഷം മുതൽ എല്ലാ കണ്ടസ്റ്റൻസും ഉള്ള ആ നിമിഷം മുതൽ ഇപ്പോൾ മിനിഞ്ഞാന്ന് വരയ്ക്കുള്ള അങ്ങനെ എല്ലാവരുടെ സൗഹൃദ നിമിഷങ്ങളൊക്കെ കൂടി ഒരു കോംബാക്കി ഒരു വീഡിയോ ആക്കി ബിഗ് ബോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അവർ തമ്മിലുള്ള വഴക്കുകൾ അതൊരു വീഡിയോ ആക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മനസ്സിനെ സ്പർശിക്കുന്ന കുറേ ഭാഗങ്ങൾ, അങ്ങനെ ഓരോന്നും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കുറേ ഭാഗങ്ങൾ ബിഗ് ബോസ് വീഡിയോ ആക്കി ഇന്നലെ പ്രശ്നം. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ ഒരു സന്തോഷമുണ്ട് അല്ലേ. പക്ഷെ ഇപ്പോഴും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആർക്ക് കപ്പ് കിട്ടുന്ന കേട്ടോ. ഈ സന്തോഷങ്ങളൊക്കെ കണ്ടതിൻ്റെ ഇടയിലാണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. എലിമിനേഷൻ വരുന്നുണ്ട് കേട്ടോ. ഇന്നലെ എലിമിനേഷൻ വന്നതിൽ എല്ലാവരും ഓൾറെഡി നോമിനേഷനിലുള്ള വ്യക്തികളാണ്. എല്ലാവരും നിർത്തിയിട്ട് അവരുടെ അടുത്തൊക്കെ ഒരു ബോംബ് പോലത്തെ ഒരു ഇതുണ്ട്, അത് പ്ലെയർ കട്ട് ചെയ്യേണ്ടതാണ് പറയുന്നത്. പ്ലെയർ കട്ട് ചെയ്യുമ്പോൾ പച്ചയാണെങ്കിൽ ഇന്നും, ചുവപ്പാണെങ്കിൽ ഔട്ട് എന്നാണ് പറയുന്നത്. ആ സമയത്ത് നോക്കുമ്പോൾ ഔട്ടായി പോകുന്നത് ആദിലയുടെയാണ് ചുവപ്പ് വന്നത്. അപ്പോൾ ആദില അങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ല, വിഷമത്തോടു കൂടിയൊന്നുമല്ല ആദില പോകുന്നത്. എല്ലാവരും ഇങ്ങനെ ഭയങ്കര കരഞ്ഞ് സങ്കടപ്പെടുത്തി അങ്ങനെയൊന്നുമല്ല ആദിലനെ യാത്രയാക്കുന്നത്. ആദില കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ നൂറെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത്, ചുണ്ടിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ആദില പോകുന്നത്. പക്ഷേ ആദില പോയി കഴിഞ്ഞിട്ട് നൂറ പറയേണ്ടത് ഇനിയിപ്പോൾ വിഷമിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ലാസ്റ്റ് ആ രാത്രി സമയത്ത് ആരും ഇല്ലാത്തപ്പോൾ നൂറയുടെ മനസ്സിലത്തെ വിഷമം, ആ നൂറയുടെ കണ്ണുകൾ നിറഞ്ഞ് നൂറ പൊട്ടിക്കറിയുന്ന ഭാഗത്താണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ച് ആരും ഇല്ലാത്ത സമയത്താണ് നൂറയുടെ വിഷമം ഇതാക്കുന്നത്. അത് അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ്.